നമ്മുടെ കേരള തലണ്ടി കണ്ട് ഹേ നമസ്കാരം. ഒഴുക്കുവല ഊട്ടി പോയിട്ടുള്ള ഒരു ചെറിയൊരു എപ്പിസോഡാണിത്. ഇതിൽ കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ അടിയിലെ കാഴ്ചകളായിരിക്കും ഉള്ള നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കട്ടെ. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ വലയിടാനായിട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട. അപ്പോൾ സ്രാങ്ക് പറഞ്ഞത് ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ നമ്മളവിടെ എത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ വലയിടാനായിട്ട് തുടങ്ങിയിട്ട. ഇവിടെ താഴോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000-2500 ഭാഗം വെള്ളമുണ്ട് കേട്ടോ. ഒരു ഭാഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 അടിയോളം വരും. അപ്പോൾ 2500 ഭാഗമെന്ന് വെച്ച് കഴിയുമ്പോൾ ഏകദേശം 4500 മീറ്ററോളം വരും കേട്ടോ. അതായത് 4.5 കിലോമീറ്റർ. വിശ്വസിക്കേണ്ട, നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഒഴുക്കുവല ബോട്ടിൽ പോയവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഈ ബോട്ടുകാർ പോയി പണിയെടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആഴക്കടലിൽ പോയായിരിക്കുള്ളൂ പണിയെടുക്കണം. അതായത് 4 ദിവസത്തോളം വേണം ലക്ഷ്യസ്ഥാനത്തേക്ക് മാത്രം ഓടിയെത്താനായിട്ട്. അതും രാവും പകലുമില്ലാണ്ട് നിർത്താണ്ട് ഓടിയിട്ടാണ് നമ്മൾ വലയിടുന്ന സ്ഥലത്ത് എത്തണേട്ട. വല ഇളക്കി കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മ, ഇനിയുമുണ്ട്. അപ്പോൾ അതെ അങ്ങോട്ട് പടിഞ്ഞാറാണ്, അതായത് ആഴക്കടലാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കണ നിലവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 അടി താഴ്ചയോളം ഉണ്ട് ഇവിടെ. അവിടെയാണ് നമ്മൾ ഇപ്പോൾ വല ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. സമയം 7:30 മണിയായിട്ടാ. കടലിലെങ്ങനെയാണ് നോക്കിയ അവസ്ഥ കണ്ടാ, ഇപ്പോഴും വെട്ടുമുണ്ട്. നമ്മളിപ്പം നിലവിൽ വലയിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2500 അടി താഴ്ചയിലാണ്. വലയെടുക്കാൻ നേരത്ത് കാണാം ഏതൊക്കെ കൊമ്പനാണുള്ളതെന്ന്. ഇപ്പം നമ്മൾ കരയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇരുട്ടായിരിക്കോട്ടെ, പക്ഷെ കടലിലേക്ക് കണ്ട ഇത്രയും വെട്ടമുണ്ട്. 2 മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരുന്നു. പുറത്താണ് കിടന്നത്. നല്ല തണുത്ത കാറ്റും അതുപോലെ നല്ല മിന്നലൊടിക്കാൻ തുടങ്ങിയിട്ടാ. ഉള്ളിൽ കിടക്കുമ്പോഴും ഇതുപോലെ തന്നെയുണ്ട് അവസ്ഥ. മിന്നലിൽ കടലിങ്ങനെ കാണാനായിട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. ഫുൾ സൈലൻ്റ് ആയിരിക്കുള്ളൂ. കാറ്റിൻ്റെയും അതുപോലെ തന്നെ ഇടിമിന്നലിൻ്റെ ഒച്ച മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ വല പിടിക്കാനായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ ഉള്ളിലെ ലൈറ്റെല്ലാം ഇട്ട് എല്ലാവരും വിളിച്ചെണീപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളതിൻ്റെ പേരിൽ നനഞ്ഞു കിടക്കുകയാണ് മൊത്തം. അങ്ങനെ ഞങ്ങൾ വല പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ്. വലയെല്ലാം ഇട്ട് കഴിഞ്ഞാൽ വലയുടെ എൻഡിൽ ഈ റോപ്പ് കെട്ടിയിട്ട് നമ്മുടെ ബോട്ടിലേക്ക് കെട്ടിയിടോട്ടെ. കാരണം വല ഒഴുകണനുസരിച്ച് നമ്മുടെ ബോട്ടും അതനുസരിച്ച് ഇങ്ങനെ ഒഴുകിപ്പോവും. കാറ്റും കോളുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കടലിലേക്ക് പാരച്യൂട്ട് ഇട്ടോട്ടെ. ഇതെന്തിനാണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ഒഴുകിപ്പോണതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല, കാറ്റെല്ലാം വരുമ്പോൾ ബോട്ട് കാറ്റ് പിടിച്ച് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒഴുകി ഇങ്ങനെ നടക്കും. അപ്പോൾ വെള്ളം പിടുത്തം വരുമ്പോൾ, അതായത് പാരച്യൂട്ട് ഇട്ട് കഴിയുമ്പോൾ വെള്ളം പിടുത്തം വരുമ്പോൾ നമുക്കത് അങ്ങനെ പെട്ടെന്ന് അത്ര നോട്ടിക്കൽ മൈൽ കൂടുതലൊന്നും നമ്മൾ ഒഴുകി പോവില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ആങ്കർ ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും പാരച്യൂട്ട് ഉപയോഗിക്കാറുണ്ട്. കാരണം നമ്മളിപ്പോൾ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡീപ് സീ ആണ്. അവിടെ നമുക്ക് ആങ്കർ ഇടാൻ പറ്റില്ല, കാരണം നമ്മുടെ റോപ്പോ കാര്യങ്ങളൊന്നും എത്തില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ പാരച്യൂട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ വെള്ളം പിടുത്തം വരുമ്പോൾ ബോട്ടിൻ്റെ ഒഴുകിപ്പോണ ആ ഒരു ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാരച്യൂട്ട് ഉപയോഗിക്കട്ടെ. അങ്ങനെ വല പിടിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് ആദ്യമായിട്ട് വന്നത് ആഴക്കടലിൽ കാണുന്ന ഒരു തരം പാമ്പാട, അല്ലെങ്കിൽ നമ്മുടെ തളയനാണ്ടി കാണുന്നത് കണ്ട. ഭയങ്കര കറുത്തിരിക്കുകയാണ്. പിന്നെ ഒരു ചൂര വന്നിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയായി വന്നിട്ട. കാരണം നമ്മൾ ഈ നിലാവും കാര്യങ്ങളെല്ലാം നോക്കിയാണ് വല ഇടുന്നതും വല പിടിക്കണതെല്ലാം. നാഗരാജണ്ണന് കൂടാതെ കട്ടൻ ചായ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യ സെറ്റ് വല കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. അടുത്ത സെറ്റ് വല നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു 9 സെറ്റും കൂടി ഇനി ബാക്കിയുണ്ട് കേട്ടോ. അപ്പം മീൻ ഏതൊക്കെ സെറ്റിലുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര നേരം നമ്മളിങ്ങനെ നോക്കിയിരിക്കണം. മഴയില്ല, ചെറിയ തണുത്ത കാറ്റ് എവിടെ നിന്നോ ഇങ്ങനെ വീശി അടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അത് മാത്രമല്ല ചെറിയ രീതിയിൽ മിന്നലും ഉണ്ട് കേട്ടോ. ഉറക്കം വരവൊക്കെ ഒന്ന് മാറി എല്ലാവരും ഒന്ന് എനർജറ്റിക് ആവാനായിട്ട് കുറച്ച് തമിഴ് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കേണ്ട. ഇത് കണ്ട, ഇതുപോലെ ഉണ്ട് നമ്മുടെ വല പോയേക്കണ്. രാത്രി ആയി കഴിയുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ലാതെ ഇതുപോലെ നമ്മുടെ കൊടിക്കമ്പും ഇങ്ങനെ ലൈറ്റ് കിടന്ന് മിന്നണത് മാത്രമേ കാണാൻ പറ്റുള്ളൂ.
രണ്ടാമത്തെ സെറ്റ് വലയും കയറി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മൾ മൂന്നാമത്തെ സെറ്റ് എടുക്കാൻ പോവുകയാണ്. അതിനകത്ത് ഇനി വല്ല കൊമ്പന്മാരുണ്ടാവുന്ന നമുക്ക് നോക്കി കണ്ടറിയട്ടെ. ആ വല പിടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം തന്നെ ഒരു കൊമ്പൻ വന്നിട്ടാ. കട്ടക്കൊമ്പൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ബ്ലൂ മാർലിൻ, ബ്ലാക്ക് മാർലിൻ, അങ്ങനെ പല പല പേരുണ്ട്. ഇതിനെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ഉള്ളതിൻ്റെ പേരിൽ ബീഞ്ചിൽ അടിച്ചെടുക്കാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ വല പുറത്തേക്ക് ഇട്ടിട്ട് നമ്മൾ കൊളുത്ത് വെച്ച് പൊക്കിയെടുക്കണേണ്ടി കാണുന്നത്. പലരും ചോദിച്ചേക്കുന്ന ഒരു കാര്യമാണ് ഈ മീനുകൾ എന്താണ് ഇങ്ങനെ ചത്ത് കിടക്കണേന്ന്. കാരണം നമ്മൾ വല ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ വല പൊക്കിയെടുക്കുന്നത്. അപ്പം ഇത്രയും നേരം ഈ മീനുകൾ ഇപ്പോൾ വലയെ കുടുങ്ങണം എപ്പോഴാണെന്ന് അറിയില്ല. ചിലപ്പോൾ 6 മണിക്കൂർ ഇട്ടതിൻ്റെ അപ്പം തന്നെ കുടുങ്ങിയ മീനുകളുണ്ടാവും, ചിലപ്പോൾ വല പിടിക്കണതിന് തൊട്ട് മുമ്പ് കുടുങ്ങിയ മീനുകളുണ്ടാവും. പലർക്കും വേറൊരു ചിന്താഗതി ഉണ്ടാവും, വല വെള്ളത്തിലല്ലേ കിടക്കണത്, വെള്ളത്തിൽ കിടന്നിട്ടും ഈ മീൻ അങ്ങനെ ചത്തു പോകണമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക മീനുകളും, അതായത് 90% മീനുകൾ ശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൻസ് വഴിയായിരിക്കുള്ളൂ, അതായത് നിങ്ങളുടെ ചെകിള വഴി. വലയിൽ കുടുങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങളുടെ ചെകിള തുറക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് പറ്റും, അതായത് വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടില്ല. അങ്ങനെ വലയിൽ കുടുങ്ങിയാണ് മീനുകൾ ചത്തു പോകണത് കേട്ടോ. കണ്ണൊക്കെ നോക്കി നല്ല വലിയ കണ്ണും അതുപോലെ വാല കണ്ട. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ചെതമ്പൽ നമ്മുടെ ശരീരത്തിൽ കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല രീതിയിൽ ചൊറിയോട്ടെ. അത് ചില മീനുകളുണ്ട് ഈ ഒരു ഡീപ് സീയിൽ കിട്ടുന്നത്, അത് നിങ്ങളുടെ ശരീരത്തിലെ ചെറിയൊരു കുത്തിക്കൊള്ളേണ്ട രീതിയിലുള്ള ചെതമ്പലുണ്ട് അതിൻ്റെ മേത്ത്. അത് നമ്മുടെ മേത്ത് കൊണ്ട് കഴിഞ്ഞാൽ നല്ല ചൊറിയോട്ടെ. അങ്ങനത്തെ നമുക്കൊരു കേര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചൂരയാണ് കിട്ടിക്കൊണ്ടിരുന്ന കേര. യെല്ലോ ഫിൻ ടൂണ നമുക്കൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. ചൂരനെ വെച്ച് നോക്കാൻ നേരത്ത് കേരക്കാണ് ടേസ്റ്റും അതുപോലെ തന്നെ ഡിമാൻഡും കേട്ടോ. ഇത് നമുക്കിപ്പോൾ കിട്ടിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഫിന്നാണ്ട, നല്ല വിലയും ഉണ്ട് കേട്ടോ. അത് പക്ഷേ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. ചില സമയങ്ങളിലൊക്കെ കൂട്ടത്തോടെ വന്ന് കയറാറുണ്ട്. വീണ്ടും അങ്ങ് ദൂരെയായിട്ട് ഇടിമിന്നുണ്ട. അപ്പോൾ അതെ അടുത്ത സെറ്റ് വല നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കേണ്ട. ഈ വലയിൽ നമുക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂര കിട്ടി, പിന്നെ ഒരു കേര കിട്ടി, പിന്നെ നമുക്കൊരു വലിയ കട്ടക്കൊമ്പനെയും കിട്ടിയിട്ട്, അതായത് ബ്ലാക്ക് മാർലിൻ എന്ന് പറയുന്ന മീനെയും കിട്ടി. അപ്പോൾ അടുത്ത സെറ്റിൻ്റെ വലയുടെ കുടിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീഞ്ചിലേക്ക് ആ റോപ്പ് കൊടുക്കുക, വല കയറ്റിക്കൊണ്ടിരിക്കേണ്ട. ആദ്യം തന്നെ വന്നേക്കണ്ട മോനൊരു മയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയിൽക്കോല എന്ന് പറയട്ടെ ഒരു, അതായത് നമ്മുടെ ഓലക്കൊടിയനാണ് ഈ പറയുന്നത് കേട്ടോ. സെയിൽ ഫിഷ് എന്ന് ഇംഗ്ലീഷിൽ പറയട്ടെ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ചിറക് ഇങ്ങനെ വിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമിഴ്നാട്ടിൽ പറയണത് മയിലിനെ പോലെ ഉണ്ടെന്നാണ്, നമ്മളിവിടെ പറയണത് ഓല പോലെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്കിത് കണ്ടിട്ട് ഏതാണ് തോന്നിയതെന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നിയത് ഓലനെ കൂട്ടാണ്ട, ഓലക്കൊടി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യവും അത് തന്നെയാണ്. പക്ഷേ ഇവർ മയിലെന്നാണ്ട് വിളിക്കുന്നത് കണ്ട. വലെടുത്ത് കയറിയിട്ടില്ല, നേരം വെളുത്ത്. പക്ഷെ നമുക്ക് കിട്ടിയേക്കണം മീനിൻ്റെ അളവൊക്കെ വളരെ കുറവാണ്. അതുമാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പാരുമീൻ കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മുടെ ട്രിവേലി ഫിഷില്ലേ, വറ്റ അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇതൊരു കൂട്ടത്തോടെ വരുമ്പോൾ ഇത് കൂട്ടത്തോടെ വരുള്ളൂ. വറ്റയൊക്കെ നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുണ്ടാവും. നമ്മൾ ട്രോളിംഗ് ബോട്ടിൽ പോകുമ്പോൾ ഈ മീനൊക്കെ നമുക്ക് വെറൈറ്റി മീനുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഈ ബോട്ടിനകത്ത് ഫുൾ ടൈം ചൂര, അതുപോലെ തന്നെ പന്നിക്കോലാൻ, പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ ഈ വറ്റ കയറി, പിന്നെ കിങ് ഫിഷ് അതും വല്ലപ്പോഴും കയറി. കൂടുതലും ചൂര കൊണ്ടുള്ള വിഭവങ്ങളാണ്ട് ഇവർ വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂണ ചുക്ക, പിന്നെ മീൻകറി, അതുപോലെ പക്കോട, അങ്ങനെ പല സംഭവങ്ങൾ ഇവർ വെക്കാറുണ്ട്. നല്ല കിടലിനൊരു സൺറൈസ് ആണ് ഈ കാണുന്നത്. നോക്കി നേരം വെളുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു.
ഈ വലയിൽ കുടുങ്ങി വന്ന മീനുകളെ നമ്മൾ വലയിൽ അഴിച്ചെടുക്കണത് തന്നെ ഒരു ചടങ്ങ് പരിപാടിയാണ്. ചില സമയങ്ങളിൽ വല കണ്ടിച്ചൊക്കെ എടുക്കേണ്ട വരും. ആ കണ്ടിക്കൽ നമ്മൾ തന്നെ കെട്ടേണ്ടവരോടെ. അപ്പോൾ അതേ വലിയ മീനെ മാറ്റി നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പോയിണ്. ഇട്ടെല്ലാ വലയും എടുത്ത് എല്ലാ മീനെയും കൂടി ഒരുമിച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് നമുക്ക് കാത്തുക്കില്ല കേട്ടോ. നമുക്ക് കിട്ടിക്കഴിഞ്ഞ മീനുകളെയൊക്കെ മോശമാവില്ല എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴേക്കും നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കോട്ടെ. കാരണം വെളുപ്പിന് 2 മണിക്ക് എടുക്കാൻ തുടങ്ങിയ വല എടുത്ത് കഴിയുമ്പോഴേക്കും 8 മണി 9 മണിയൊക്കെ ആവും. അത്ര നേരമൊക്കെ കാത്തു നിന്നാൽ മീൻ മോശമായി പോകും. അപ്പോൾ നമ്മുടെ കിട്ടിയ മീനുകളൊക്കെ ആയിട്ട് നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിക്കൊണ്ടിരിക്കണ വേണ്ടി കാണുന്നത്. എല്ലാ ദിവസവും പോലെ തന്നെ നാഗരാജനൻ രാവിലത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പാണ്. നമുക്ക് നേരത്തെ കിട്ടിയ കേരയാണ് നമ്മൾ എടുത്തേക്കണം, ചൂരല്ല കേട്ടോ. അത് ചെറിയ പീസുകളൊക്കെ ആയിട്ട് അരിഞ്ഞിട്ട് വറക്കാനായിട്ടുള്ള പരിപാടിയാണ്. സാധാരണ സമയങ്ങളിൽ ചുക്കിയായിരിക്കുള്ളൂ ഇന്നൊരു വെറൈറ്റി. ചുക്കയായാലും ടേസ്റ്റാണ്, കാരണം ആ ഒരു വറ്റൽമുളകും പിന്നെ ഇവരുടെ സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി വരുമ്പോൾ പിന്നെ ആ മീനിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേ മീനിൻ്റെ തല 2 എടുത്തിട്ടുണ്ട്. മീൻ വറക്കാനുള്ള പരിപാടികൾ തുടങ്ങുക. ഈ ബോട്ടിൻ്റെ കിച്ചൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ചെറിയൊരു കിച്ചൺ ഉണ്ട്. അപ്പോൾ വേറെ കൂട്ടുകളൊന്നുമില്ല, ഇവരുടെ ഒരു ചെറിയൊരു മസാലപ്പൊടി ഉണ്ട്. ചിക്കൻ 65 ഒക്കെ പൊരിക്കണ ഒരു മസാലയാണ്. ആ മസാലയും പിന്നെ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഇതുപോലെ കറക്കി എടുത്തു കഴിഞ്ഞാൽ മീൻ വറക്കാനുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടാ. പിന്നെ കുറച്ച് കുരുമുളക് ഇടണമെങ്കിൽ ഇടാം. പിന്നെ അതുപോലെ ഉപ്പെല്ലാം ആ ഒരു മസാലയിൽ ഉണ്ടാവട്ടെ. എന്തൊക്കെ ചേർത്താണ് ഇവരുടെ ഈ മസാലക്കൂട്ട് ഉണ്ടാക്കണേന്ന് അറിയില്ല. എന്തായാലും കഴിക്കാണ്ട് വേറെ രക്ഷയില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ മീൻ കിട്ടിയിട്ടും ഇത്രയും കുറച്ച് മീൻ എന്തിനാണ് കറിക്കെടുത്തതെന്ന് നിങ്ങൾ ചിന്തിക്കും. സത്യത്തിൽ മീൻ കഴിച്ച് മടുത്ത്, പച്ചക്കറിയൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ വെട്ടി കഷ്ണങ്ങളാക്കി വെച്ചേക്കണം നമ്മുടെ മീൻകുട്ടന്മാരെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് പോവേണ്ട. ഈ കേരയുടെയും ചൂരയുടെയൊക്കെ മാംസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഫിൻ്റെ മാംസം കൂട്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ വറുത്തിങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുന്നത്. അതായത് മുള്ളെല്ലാം കുറവായിരിക്കുള്ളൂ. കൊച്ചുകുട്ടികൾക്കായാലും നമുക്ക് കൊടുക്കാൻ പറ്റും കഴിക്കാനായിട്ട്. കാരണം മീറ്റായിരിക്കുള്ളൂ ഒരുപാട് ഉണ്ടാവണത്, മുള്ള് വളരെ കുറവായിരിക്കുള്ളൂ. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ മദൻ. കന്നിയും അതുപോലെ തന്നെ ആ കേരയുടെ ഒരു തല അങ്ങോട്ട് എടുത്തിട്ട് കടിച്ച് പറിച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേണ്ട നമ്മുടെ കേരള തലേണ്ടി കണ്ട് നോക്കി. കന്നി വല പിടിച്ച് ഏകദേശം തീരാറായപ്പോഴേക്കും അവസാനത്തെ സെറ്റ് വലയിൽ ഒരു ആമക്കുട്ടം വന്നിട്ട് ഇവിടെ കിടന്നു നോക്കി. അപ്പോൾ ഇതിനും ആൾക്കാർ തെറി പറയണ്ടാവും, കടലിൽ കിടന്ന് ആമനെ പിടിച്ചിട്ട് കടലിലേക്ക് എടുത്തിടണ നന്മ മരമേന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മ ഈ ആമനെ പിടിക്കണല്ലേ, നിങ്ങൾ വന്ന് ഓടി വലയിലേക്ക് കയറണേന്ന്. അങ്ങനെ തിരിച്ച് ആമനെ കടലിലേക്ക് ഇട്ടിട്ടുണ്ട്. ആമ അങ്ങനെ പെട്ടെന്നൊന്നും ചാവില്ലട്ടാ. അങ്ങനെ ആളുടെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി കാണാം. ഇനിയുള്ള കാഴ്ചകൾ കടലിൻ്റെ അടിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോണത്. കടലിൽ എങ്ങനെയാണ് നമ്മുടെ ഈ വല കിടക്കണമെങ്കിൽ നമുക്കൊന്ന് നോക്കി നോക്കിയാല. ഇനിയുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള എഡിറ്റിങ്ങും ഇല്ല കേട്ടോ. അതായത് കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ കളറാണ്, അത്രക്ക് ക്ലീനാണ്ട. അത് മാത്രമല്ല അത്രയും ആഴവും ഉണ്ട് ഇവിടെ. അപ്പോൾ അതെ വല കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുള്ളൂ കടലിൽ കിടക്കണേണ്ട. ഏകദേശം 7 പേര് മുകളിൽ നിൽക്കുമ്പോഴൊരു വീതി ഈ വലക്ക് ഉണ്ടാവട്ടെ. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇത്രയും ആഴക്കടലിൽ ഇത്രയും പൊക്കത്ത് കിടക്കണ വലയിലാണ് നമുക്ക് ഈ കാണുന്ന വലിയ മീനുകളൊക്കെ കിട്ടണേട്ടാ. സാധാരണ ഈ മീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ തന്നെ കാണുന്ന മീനുകളാണ്ട, അധികം താഴത്തേക്ക് പോകില്ല. അതെ വറ്റ നോക്കി. ബോട്ടിൻ്റെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഈ ആൻറ്റി ഫൗളിംഗ് പെയിൻ്റ് അടിച്ചേക്കുന്ന സ്ഥലത്ത് ചെറിയ ബർണക്കിൾസും അതുപോലെ ഈ മൊളുസ്കുകളില്ലേ, അതായത് ചെറിയ സൂക്ഷ്മ ജീവികളെ പോലുള്ള ഇത്തലുകൾ, ഞൗണിക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബോട്ടും ഇങ്ങനെ പിടിച്ച് നിൽക്കണേണ്ടിക്കാണ്. വലിയ രീതിയിലില്ല, ചില ബോട്ടുകളിലൊക്കെ നിറച്ചുകൊണ്ടാവട്ടെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ അതായത് പങ്ക ഇറങ്ങൂലേ, ആ മരം സൈഡിൽ വന്നൊന്ന് മുക്കി നോക്കാൻ നമുക്ക് നോക്കിയേ. ഫോർവേഡ് ഇട്ട് ഓടിക്കഴിഞ്ഞപ്പോൾ ഉണ്ട് അത് ക്ലോക്ക് വൈസ് കറങ്ങിയത്. ഇനി നമ്മളിപ്പോൾ ഗിയർ തട്ടിയിട്ട് ന്യൂട്രാക്കിയപ്പോൾ ആ ഒരു പങ്കട കറക്കം നിന്ന്.
ഭൂകമ്പം സംഭവിക്കണ പോലെയാണ് പ്രൊപ്പലർ വെള്ളം തള്ളി വിടണേട്ടാ. ഈ കാഴ്ചകൾ ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഡീപ് സീൽ വന്നാലേ കാണാൻ പറ്റുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാണുന്ന 10, 80, 60 അടിയുള്ള ബോട്ടിനകത്താണ് 10-15 പേര് 10-32 ദിവസമൊക്കെ കടലിൽ നിൽക്കുന്നത്. ഇതെല്ലാം ഞെട്ടിലും ബോൾട്ടിലോടുന്ന സാധനങ്ങളാണ്. എപ്പോൾ എന്ത് പറ്റുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പറ്റിയാൽ തന്നെ വിളിച്ചാൽ ഓടി വരാൻ പറ്റണ ദൂരത്തിലല്ല കിടക്കുന്നത്. ഇത് നോക്കി, ബോട്ടിന് ചുറ്റും ഇഷ്ടം പോലെ വറ്റകൾ വന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ കയ്യിൽ മറ്റേ വലയില്ല, ആ ചൈനീസ് വല ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഒരു വല അങ്ങോട്ട് എറിഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാർ മൊത്തം നമ്മുടെ വലയുടെ ഉള്ളായനേട്ടാ. ഇഷ്ടം പോലെ വറ്റകളാണ് ഇങ്ങനെ വന്ന് ബോട്ടിൻ്റെ ചുറ്റിനും ആ ചെറിയ ചെറിയ പായൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ബോട്ടിന് ചുറ്റും വന്ന് നിൽക്കുന്നത്. കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാതിരുന്നപ്പോൾ ആ ഒരു വൈബിലേക്ക് അങ്ങോട്ടായി പോലെ നേരെ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നേരെ ചാടിയിട്ട കടലിലേക്ക്. എന്താ പറയുക, കുറേ നാളായി കടലിൽ ചാടാന്ന് പറയണം. പക്ഷേ സമയം കിട്ടുകയും അതുപോലെ തന്നെ പണിത്തിരക്കെല്ലാം കഴിയുന്നതിൻ്റെ പേരിൽ നമുക്ക് ചാടാനായിട്ടുള്ള സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ചാടി ഒരു അർമാദിച്ചുള്ളൊരു കുളിയാണ്ട് ഈ കുളിച്ചുകൊണ്ടിരിക്കണം. ഇത് നോക്കി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആഴം നമ്മൾ ആലോചിക്കുമ്പോഴില്ല. അതായത് ഒന്ന് ചാടി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അടിയിലൊക്കെ നമുക്ക് കാലുമ്പോൾ ഉള്ളംകാലിൽ ഇങ്ങനെ തണുപ്പടിക്കും. കാരണം ആഴം കൂടിയ സ്ഥലത്ത് ചാടുമ്പോൾ മോൾ ഭാഗത്ത് ചൂടായിരിക്കുള്ളൂ, അടിയിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പായിരിക്കുള്ളൂ. ആഴം കൂടുതലുള്ളതിൻ്റെ പേരിലാണ്. ഇതിൻ്റെ അടിയിലേക്ക് പോകും തോറും എന്തായിരിക്കുള്ള ഫീല്, എന്തൊക്കെ ടൈപ്പ് മീനുകളായിരിക്കുള്ളൂ ഇതിൻ്റെ അടിയിൽ ഉണ്ടാവുന്നത്. കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഇഷ്ടം പോലെ ടൈപ്പ് മീനുണ്ടാവും. മെയിൻ വില്ലനും ഉണ്ടാവട്ടെ, ആര്, ഷാർക്ക്. ഇവൻ നമ്മുടെ ചാടിക്കഴിയുമ്പോൾ, കടലിൽ ചാടിക്കഴിയുമ്പോൾ ഉള്ളംകാലിങ്ങനെ തിളങ്ങണ കാണുമ്പോണ്ടല്ലോ അടിയിൽ നിന്ന് ഇങ്ങനെ വരും അറ്റാക്ക് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഗ്രീസ് പുരട്ടിയാണ് ചാടണത്. നമ്മ ഈ സമയത്ത് അതൊന്നും നോക്കിയില്ല, നമ്മതേ ചാടി പതച്ചുകൊണ്ടിരിക്കുന്ന ഈ കാണണേട്ടാ. കാരണം കുറച്ച് നേരത്തേക്കുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കയറോട്ടെ. പിന്നെ കടലിൽ നമ്മൾ കാണുമ്പോൾ മുകൾ ഭാഗത്ത് നല്ല ശാന്തമാണെന്നുണ്ടെങ്കിലും അടിഭാഗത്ത് അങ്ങനെ ഇരിക്കൂല കേട്ടോ, നല്ല വലിവായിരിക്കുള്ളൂ. ബോട്ടിൽ നിന്ന് നമ്മളെടുത്ത് ചാടിക്കഴിഞ്ഞൊന്ന് തല പൊന്തി നിൽക്കുമ്പോഴേക്കും ബോട്ടും നമ്മളും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും കേട്ടോ. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കടലിനെ നമ്മൾ പേടിക്കണം. കാരണം കടലിൻ്റെ സ്വഭാവം നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് തിരിച്ച് കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്രാങ്ക് കിടന്നൊച്ചപ്പാടായിരുന്നു ഞങ്ങൾ കടലിൽ ചാടിയതിന്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ വീണ്ടും ബോട്ട് സ്റ്റാർട്ടാക്കി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടരുകയുണ്ടായി. ഞങ്ങൾ ചാടിയ സ്ഥലത്ത് ഇഷ്ടം പോലെ വറ്റകൾ ഉണ്ടായില്ല. ഞങ്ങൾ പോണ വഴിക്ക് ചുമ്മാ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവനും ഞങ്ങളുടെ പുറകെ വെച്ച് പിടിക്കേണ്ടത് നോക്കി കണ്ട. കുളിയെല്ലാം കഴിഞ്ഞ് നേരെ മുകളിൽ കയറി. ഇനി നല്ല വെള്ളത്തിലൊന്ന് കുളിച്ച്, അല്ലെങ്കിൽ കടൽ വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ പൊള്ളും, നമ്മുടെ ശരീരം ഇങ്ങനെ ഇടന്ന് പൊള്ളിക്കൊണ്ടിരിക്കും. അങ്ങനെ നേരെ ഒരു ചെറിയൊരു കട്ടനടിക്കാൻ തിരിച്ച് എല്ലാവരും കൂടി ഓരോ ബോട്ടിൻ്റെ അണിയത്തിരുന്ന് കട്ടനടിക്കേണ്ട. ചായ കുടിയെല്ലാം കഴിഞ്ഞ് വീണ്ടും പണിയിലേക്കട്ടാ. നല്ലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. അതുവരെ ടാറ്റാ.